കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനനാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വ്ളോഗ്സ്. അങ്ങനെ ദേ നമ്മുടെ കർക്കിടകം 4-ാം ദിവസത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്നൊരു സൺഡേയും കൂടിയാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റത്തൊക്കെ പോയി ഫ്ലവേഴ്സൊക്കെ ഒന്ന് നോക്കി വന്നിട്ട് ഞാൻ കുറച്ച് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ യാതുമോനും എൻ്റെ കൂടെ നിന്ന് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുണ്ട്. അപ്പം എല്ലാം കുറച്ച് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യാതുകൂട്ടനും അപ്പോഴേക്കും അമ്മ അവിടെ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ പോയി ഒരേ വർക്കൗട്ടാണ്, കാര്യങ്ങളൊക്കെ എക്സസൈസൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. നമ്മളവിടെ ചെയ്തതിൻ്റെ ബാക്കിയാവാൻ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ ഇങ്ങോട്ട് നോക്കോ എന്തെന്ന്? അതെ ഗൈസ്, ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ല. കാരണം അങ്ങനെയല്ല, ഇന്ന് രാവിലെ കോറയാണ് കേട്ടോ ഉണ്ടാക്കണം, ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ അച്ഛനും കുളി കഴിഞ്ഞ് എന്ന് തൊഴുതു. ഞാനും യാതുമായിരുന്നു ബാലൻസ്. അങ്ങനെ എൻ്റെയും കുളി കഴിഞ്ഞു വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ യാതുമോനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാം. ഇപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡ്യൂട്ടി ഒന്നും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ ഓരോ ഔഷധക്കഞ്ഞികളും കോറയൊക്കെ. അപ്പോൾ ഇന്ന് കോറയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പം അമ്മന്ന് കോറ വെച്ചിട്ടുണ്ട്. കോറ എന്ന് പറയണത് റാഗി ഇല്ലേ, റാഗി അത് കുറുക്കിയിട്ടിട്ടോ. എന്നുവെച്ചാൽ അതിൽ നാളികേരും ശർക്കരയൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പം അമ്മ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് യാതുമോൻ അത് നൈസായിട്ട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടോ സ്പൂണൊക്കെ കയ്യിൽ ഞാൻ കുളിക്കാൻ പോയ ഗ്യാപ്പിൽ അവളൊക്കെ കഴിച്ചിട്ടുണ്ട്. യാതുമോനെ കുളിപ്പിക്കട്ടെ. അങ്ങനെ ദേ യാതുമോനെ കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ അവിടെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. യാതുകുട്ടനും ഇങ്ങനെ പുറത്ത് മുറ്റത്തൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ടും സൺഡേ അമ്മയ്ക്ക് വർക്കിനൊന്നും പോകണ്ട. സോ ഞങ്ങളിങ്ങനെ കുറച്ചിങ്ങനെ എൻജോയ് ചെയ്ത് സ്പീഡിൽ ഹറിയപ്പ് ആയി ചെയ്യാണ്ട് മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പണികളൊക്കെ മെല്ലെ ചെയ്താൽ മതി, അമ്മയ്ക്ക് വർക്കില്ല. അപ്പോൾ ഇങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചപ്പോൾ ഞാൻ ഉണ്ണി പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ മുറ്റത്തിൽ കൂടെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അമ്പലത്തേക്ക് പോയാലോ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. പഴയൊരു ഭഗവതി ക്ഷേത്രം അല്ല കേട്ടോ, അത് നമ്മളുടെ വീഡിയോയിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അല്ലാണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ കുളി കഴിഞ്ഞ ശേഷം അമ്മയും ഉണ്ണി ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ വേറൊരു അമ്പലത്തേക്ക് പോവുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തിൽ കൂടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ യാതുകൊണ്ടിനെ കുളിപ്പിച്ച് ഞങ്ങൾ റെഡിയായി അമ്പലത്തേക്ക് പോകാനായിട്ടുള്ള വ്ളോഗാണ് പിന്നെ എടുത്തത്. അതിൻ്റെ ഇടയിൽ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പെട്ടെന്ന് റെഡിയായി പോകണമായിരുന്നല്ലോ. സോ പുറത്തു കൂടെയൊക്കെ നടന്ന് യാതുകൊണ്ടിനെ കുളിപ്പിച്ച് റെഡിയായി അമ്പലത്തേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. യാതു, അമ്പലത്തിൽ പോവാം. നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നേയം വിദ്രുതം നിർദ്ദേന ഘോരമഹാവനേ ദൃഷ്ട്വാസ സംഭ്രമം എന്നോടരുൾ ചെയ്തു തിഷ്ടതിഷ്ടദ്വയ അങ്ങനെ അതേ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴുത് പുറത്ത് തൊഴാൻ വേണ്ടി പോവുമായിരുന്നു കേട്ടോ. നല്ല രാമായണമൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു പീസ്ഫുൾ ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, അമ്പലത്തിൽ പോയി ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഒരു മനസ്സൊക്കെ ഒരു സമാധാനമായിട്ടുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ ഞാൻ ദേ തൊഴുമ്പോൾ അമ്മയാണ് കേട്ടോ ഇത് വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മളവിടെയൊക്കെ തൊഴുത് കുറച്ച് സമയം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മളങ്ങനെ തൊഴുത് ഇറങ്ങിയിരിക്കുകയാണ്. ഈ അമ്പലം നല്ലൊരു അമ്പലം കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് നല്ല കുളവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ബാക്കിൽ വേണ്ട നല്ല കുളം, ഓപ്പോസിറ്റ് അമ്പലം, വലിയൊരു ആല് കാണിച്ചത്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. യാതുമോന് ഭയങ്കര ഇഷ്ടമായി അവിടെ കുളവും അമ്പലവും ഒക്കെ ഇഷ്ടമായെന്ന് തോന്നുന്നു. യാതുമോന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതെന്താ ഇവിടെ തന്നെ ഇരിക്കാൻ പാടില്ല, അമ്പലത്തിൽ നിന്ന്
പിന്നെ എങ്ങനെയൊക്കെയോ യാതുമോനെ കയറ്റി നമ്മളിതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, കാണാൻ തന്നെ നല്ല രസമാണ്. രണ്ട് സൈഡും പാടും റോഡും ഈ വഴിക്കൂടെയാണ് വന്നത്. രാവിലെ വരുമ്പോൾ ചെറിയൊരു തണുപ്പും എല്ലാമായിട്ട് നല്ല അടിപൊളിയായിരുന്നു. മഴ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ മഴ നനഞ്ഞു പെട്ടെന്ന്. അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ ഒരു ഫുൾ ഡേ വ്ളോഗ് ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചേക്കണെന്ന് വെച്ചാൽ ഈവനിങ് നൈറ്റ് വരെ ഉള്ളത് അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ സൺഡേ ആയതുകൊണ്ട് എവിടേക്കെങ്കിലും പോവുകയൊക്കെ ചെയ്യുമായിരിക്കും. അല്ല എവിടേക്കല്ല, അമ്മൂമ്മയുടെ അടുത്ത് പോകണമെന്ന് വിചാരിക്കേണ്ട. അമ്മൂമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മൂമ്മ അയോധ്യ വരെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ അടുത്ത് പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ വ്ളോഗായിരിക്കും കേട്ടോ. പാട്ട് പാടിയേ. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായു ഞാനിടാൻ ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം. പാട്ട് പാടിയതു നേരെ പാടു പൊന്ന. പാട്ട് പാടിയതു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ കോറ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാണുമ്പോൾ ഉണ്ടോ, ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാട്ടോ. ചിലർക്കൊന്നും ഇഷ്ടമാവില്ല, പക്ഷെ ഞങ്ങൾക്കിത് കഴിച്ച് ശീലമായി. എനിക്കിഷ്ടം അതിൽ പാലൊക്കെ ഒഴിച്ച് കഴിക്കാൻ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഡ്രസ്സ് മാറ്റിയിട്ടില്ല കേട്ടോ. എന്തായാലും സാരിയൊക്കെ എടുത്തല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു റീൽസൊക്കെ എടുത്തിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിന്ന് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. കോറ, വേണമെങ്കിൽ പാലിങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ അമ്മ ദേ വേഗം പാത്രങ്ങളൊക്കെ കഴുകി. ഞാൻ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം പോയി തുണികളൊക്കെ കഴുകിയിട്ടുണ്ടായി. അങ്ങനെ വേഗം പണികളൊക്കെ തീർത്തു. വെണ്ടയ്ക്ക അമ്മ അച്ചച്ചനും മോനും ഇവിടെ എന്താ ചെയ്യണത്? അച്ചച്ചനും മോനും കൂടെ വണ്ടി കഴുകാണോ? യാതുട്ടാ യാതു ഇന്ന് കുറച്ച് നേരം കിടക്കല്ല കേട്ടോ, വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇന്ന് അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. യാതുമോനും അച്ഛനും കൂടെ വണ്ടി കഴുകുന്നുണ്ട്. ഞാനിപ്പോൾ അതായത് തുണികളൊക്കെ കഴുകി അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വന്നു. അമ്മ ദാ കുക്കിംഗ് പാത്രം കഴുകലൊക്കെ അമ്മ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പണികളൊക്കെ ഓൾമോസ്റ്റ് ഒതുങ്ങി കേട്ടോ. അപ്പം ഇനി കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഉച്ചത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, പിന്നെ ഞാൻ യാതുമോന് ഫുഡ് എടുക്കാൻ വേണ്ടി പോയിട്ടല്ലേ, ചോറ് കൊടുക്കാൻ വേണ്ടി പോയി. സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സിറ്റൗട്ടിൽ വന്ന് നോക്കിയപ്പോൾ അച്ഛനും അമ്മയും കൂടെ യാദക്കുട്ടിന് ഇങ്ങനെ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു. യാദക്കുട്ടിനാണെങ്കിൽ സുഖിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ദേ ആ ഗ്യാപ്പിൽ ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് യാദക്കുട്ടിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ടൈം ഞങ്ങളിങ്ങനെ സിറ്റൗട്ടിൽ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് യാദക്കുട്ടിന് ഉറക്കം വന്ന് യാതുമോനെ ഞാൻ ഉറക്കി കേട്ടോ. യാതുമോനെ ഉറക്കിയ ശേഷം ഞങ്ങളതേ 3 പേരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്. എന്തായിരുന്നു എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല. ഇങ്ങനെ ഞാൻ അച്ഛ അതില്ലേ അമ്മ അതില്ലേ എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കും. എന്താ ഉണ്ടാക്കണേ? കിണ്ണത്തപ്പം. വട്ടയപ്പം, കിണ്ണത്തപ്പം. വട്ടയപ്പെന്നും പറയും കിണ്ണത്തപ്പെന്നും പറയും. എന്താ എങ്ങനെ വീഡിയോയിൽ നോക്കി സംസാരിക്കൂ, പ്രേക്ഷകരോട് മുഖത്ത് നോക്കി സംസാരിക്കൂ എന്ന് പറയണ പോലെ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടോ. യാതുമോൻ ഉറങ്ങല്ലേ. പിന്നെ അങ്ങനെ ഇതാ യാദുക്കുട്ടി എഴുന്നേറ്റു, ഞാനും എഴുന്നേറ്റു. അപ്പോഴേക്കും അമ്മ അവിടെ കിണ്ണത്തപ്പം ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ ടൗണിലോട്ടൊന്ന് പോകും. അപ്പോൾ ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ടൗൺ വരെ പോകാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് ഒന്നുമില്ല എന്ത്. പിന്നെ അതുപോലെ അമ്മമ്മയുടെ അടുത്തേക്കും പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. നോക്കിയാതും
അങ്ങനെ ഇതേ നമ്മൾ പോകുന്ന വഴി 2 സൈഡും പാടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. നമ്മൾ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി പാല് വാങ്ങണമായിരുന്നു. അപ്പോൾ അമ്മ അവിടെ ഇറങ്ങി സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മുടെ യാദുമൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അമ്മ തിരിച്ച് കയറിയപ്പോഴാണ് യാദുക്കുട്ടനൊന്ന് ഓക്കെ ആയത്. എനിവേ നമ്മളിതേ റംല സൂപ്പർ മാർക്കറ്റിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ട്രോളി എടുത്ത് യാദുക്കുട്ടനെ അതിലിരുത്തി ഇങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങി. അതിനിടയിൽ യാദുമോൻ ഒരു മഞ്ചൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനെ ഒന്ന് ഡീലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ബില്ലിടാൻ വേണ്ടി ഇട്ടു. അപ്പോൾ നോക്കുമ്പോൾ അമ്മനെ കാണാനില്ല. അമ്മ ഫ്ലോർ മാറ്റ് എന്തോ വാങ്ങാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അച്ഛനെ വിളിക്കുകയാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ അമ്മമ്മയുടെ അടുത്തേക്ക് കേട്ടോ ചെന്ന്. അമ്മ, അയോധ്യ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറല്ലേ. അയോധ്യയൊക്കെ നമ്മള് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു അയോധ്യ. ഇതൊക്കെ ഇപ്പൊ വാങ്ങിച്ചു. ഇത് അമ്മമ്മ അയോധ്യ പോയിട്ട് വന്നിട്ടുള്ള യാതൊരു ഗിഫ്റ്റാ? മുത്തശ്ശമ്മയുടെ ഗിഫ്റ്റ് ആണോ ഇത്? അമ്മമ്മ അങ്ങനെ പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങിയതൊക്കെ നമുക്ക് തരും കാണിച്ചു തരുമൊക്കെ ആയിരുന്നു. ഇത് നമുക്ക് തന്നു കേട്ടോ. അമ്മമ്മ തന്നതാണ്. എല്ലാവിടേക്കും വാങ്ങിച്ചിട്ടുണ്ട്. അമ്മേൻ്റെ അവിടേക്കും. അപ്പോൾ അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചതാണ്. പിന്നെ ഇതേ അമ്മമ്മ വാങ്ങിച്ചൊരു ബാഗിനൊക്കെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയണു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതൊക്കെ തന്നു കാണിച്ചു തരുമായിരുന്നു. അമ്മമ്മയ്ക്ക് എത്രയൊക്കെ പറഞ്ഞിട്ട് വിശേഷം മതിയാവണില്ല. അമ്മമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടോ ആ ട്രിപ്പ് പോയി വന്നപ്പോൾ. അമ്മമ്മ എനിക്കൊരു കമ്മലും വളയൊക്കെ കൊടുന്നു. അത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതേ ഗംഗാജലം വീട്ടിലോട്ട് തന്നു വിടണം. അങ്ങനെ ഇതേ വീട്ടിലെത്തിയിട്ട് യാദുമോൻ ആ വണ്ടിയും കൊണ്ട് കളി കഴിക്കുകയായിരുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ എല്ലാവരുടെയും ഒന്ന് വേഗം അടിച്ചിട്ടു. അപ്പോഴേക്കും അമ്മ മേലെ കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ മേലെ കഴുകി വന്ന് വിളക്ക് കൊളുത്തി. ആ ഗ്യാപ്പിൽ ഞാനും മേലൊക്കെ കഴുകി യാദുക്കുട്ടനെയും മേലൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ പുറത്ത് നോക്കി അമ്മ ഉണ്ടാക്കി അപ്പൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇരുന്നു. അങ്ങനെ ദേ നമ്മുടെ ഡേ 4 സൺഡേ വ്ളോഗ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വിളക്കെല്ലാം കൊളുത്തി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമായി. ഇനി യാദുക്കുട്ടിന് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് യാദുക്കുട്ടിനൊപ്പം കളിച്ചിരിക്കും. പിന്നെ നൈറ്റ് ഞങ്ങളും ഫുഡ് കഴിച്ച് കിടക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഡേ 5 വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ ബൈ.